പെട്ടെന്നൊരു സീൻ കണ്ടുകൊണ്ടാണ് ഈ ഭാര്യയെ ഭർത്താവിനെ തല്ലുകയും ഭർത്താവ് തിരിച്ചു തല്ലുകയും അങ്ങനെയൊക്കെയുള്ള സീനുണ്ട്. ഞാനത് കുറച്ചൊരു ക്രൂവലായിട്ടുള്ള സീനാണ്. ഈ തല്ല് മേടിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഞാൻ തുറന്നു പറയാം, ഞാൻ പ്രതികരിച്ചത് കൊണ്ട് എന്നെ ആരും തല്ലിയിട്ടില്ല. എൻ്റെ പുരുഷന്മാർ, എൻ്റെ അച്ഛന്, ഞങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങളെ തല്ലുന്നത് ഇഷ്ടമൊന്നുമല്ല. ആൾ കൂടെ എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ സെക്കൻഡ് സിസ്റ്ററിനെ എങ്ങാണ്ട് അച്ഛൻ ഒരിക്കൽ വഴിയെടുത്ത് ആ മീൻ ചട്ടി തട്ടിയിട്ട് പൊട്ടിച്ചു. അതിന് തല്ലിയത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മളെ തല്ലാൻ എന്തിനാ അനുവദിക്കുന്നത്? തല്ലിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ എന്ത് വേദനിക്കും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുരുഷൻ നമ്മളെ തല്ലുമ്പോൾ നമ്മൾ മനസ്സൊന്ന് തകർന്നു. അതിന് ഇട കൊടുക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. എല്ലാം കൂടെ എന്നെ തെറ്റുമാവും. എന്നാലും പറഞ്ഞത് ഈ ഇരിക്കുന്ന മനുഷ്യനെ എന്തോ ഒരു ഭംഗിയായിട്ട് ആ ജടയിൽ ഒരാളെയും പാതിയായ ഒരാളെയും നമുക്കെല്ലാം അയാളോട് എന്തോ ഒരു ഇഷ്ടമായതുകൊണ്ട് അതുപോലെ ആയിക്കൂടെ? എത്ര കഷ്ടം. ഇപ്പോൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ചില വീഡിയോകൾ കണ്ടിട്ടുണ്ടോ? ഒരു തല്ല് കഴിഞ്ഞാൽ അടുത്തൊരു അൺസോൾഡ് സീൻ എന്നാലേ പറ്റുള്ളൂ. ഒരു നല്ല വടി ബഹളം, അത് നമ്മൾ ബ്രെയിൻ അങ്ങനെ സെറ്റാവും. അതാണ് ഈ കുടിച്ചിട്ട് വഴക്കുണ്ടാക്കി ഭയങ്കര അടിയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇവർക്ക് നല്ലൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ദാറ്റ് സീൻ പറ്റത്തുള്ളൂ. അത് ബ്രെയിൻ നമ്മുടെ സെറ്റായി പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരാളോട് ഇങ്ങനെ നമുക്ക് ദേഷ്യം വരുമോ, ഹെയ്റ്റ്, അതൊരു എനർജിയാണ്. നമുക്കൊരു ഒരു ഒരു വെറുപ്പ് വരുവാണ്. അപ്പോൾ നമ്മൾ പറച്ചോറിനോട് പറഞ്ഞാൽ സ്റ്റോപ്പ് ദാറ്റ് എനർജി, ചേഞ്ച് ദാറ്റ് ടു ലവ്. നമ്മൾ അമ്മയോട് ദേഷ്യപ്പെടാൻ നിൽക്കുക. ഇപ്പോൾ അമ്മയോട് നമ്മൾ ദേഷ്യപ്പെടാൻ പോവാം. നമ്മൾ എന്ത് ചെയ്യണം? ആ എനർജി, സ്റ്റോപ്പ് ദാറ്റ് എനർജി എന്ന് മനസ്സ് വിചാരിക്കുക. എന്നിട്ട് അമ്മയുടെ സാരി തല പിടിച്ച് കൈയൊന്നും തുടയ്ക്കുക. നല്ല രസമുള്ളൊരു ആക്ട് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. മകൻ അമ്മയുടെ സാരി കൈ തുടയ്ക്കുന്നതാണല്ലേ, എടാ അമ്മയൊന്ന് കെട്ടിപ്പിടിക്കുക. അപ്പോൾ ആ ഹെയ്റ്റ് അവിടെ മാറി ലവായിട്ട് മാറി. പിന്നെ ഇതുപോലെ നിങ്ങൾ എന്നും തല്ലുകൂടിയിട്ട് ടു ദാറ്റ് പോകേണ്ട ആവശ്യമില്ല. ഭാര്യയ്ക്ക് ഒരു ദിവസം നല്ല ഫുഡ് ഉണ്ടാക്കാം. നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഇച്ചിരി ഞാനൊരു അടുത്തൊരു കോമഡി വീഡിയോ ഇടാം. അതുപോലെ സംസാരിച്ചിട്ട് പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ ഡെയിലി ഏർപ്പെടുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ സെറ്റാവും. നല്ല ഫുഡ്, അടുത്തത് മറ്റേ ആക്ടിവിറ്റി. അതേസമയം നമ്മൾ തല്ല് കൊള്ളാതിരിക്കുക. ഞാൻ ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഒരു മനുഷ്യനും എന്നെ തല്ലിയിട്ടില്ല. അതിൻ്റെ കുഴപ്പം എനിക്കുണ്ടെന്ന് ഇപ്പോൾ പറയുമായിരിക്കും. ആരും കുഴപ്പമില്ല. അത് എൻ്റെ പ്രതികരണശേഷി കൊണ്ടാണ്. പക്ഷെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അടികൊള്ളുന്ന ഉറപ്പായ സ്ഥലങ്ങളിൽ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും, ഓടിത്തള്ളും. തല്ല് വാങ്ങരുത്, നാണക്കേടാതെ. നമ്മളെ ഒരാൾ നല്ല സ്നേഹമുള്ള ഒരാൾ നമ്മളെ ദേഹം വേദനിപ്പിക്കാൻ അനുവദിക്കരുത്. നമ്മൾ പ്രതികരിച്ചിട്ട് ജീവിതം ഇല്ലാതാക്കണമെന്നല്ല. ഞാനാണെങ്കിൽ അലറി വിളിച്ചവരെ പേടിപ്പിക്കും. അപ്പോൾ ഇവർ പേടിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണിങ്ങനെ എടുക്കുമ്പോൾ ഇവർ കണ്ണിൽ വീഴുന്നു പേടിക്കുമ്പോൾ ഓടിത്തള്ളണം. തല്ലുകൊള്ളാൻ നിൽക്കരുത് കേട്ടോ. സത്യം, പരമശിവനാണ്.